പ്രകൃതിപരമായി തന്നെ ആണും പെണ്ണും തുല്യമല്ല. അതുകൊണ്ട് തന്നെ അല്ലാഹു തആല തുല്യമായ ഡ്യൂട്ടി നൽകിയിട്ടില്ല. 5 നേരത്തെ ആരാധനയ്ക്ക് പള്ളിയിൽ വന്ന് നിസ്കരിക്കൽ പുരുഷന് പുണ്യമാണ്. സ്ത്രീക്ക് പുണ്യം വീട്ടിന്റെ ഉള്ളിൽ നിസ്കരിക്കലാണ്. വഖർന ഫീ ബുയൂതികുന്ന വലാ തബറജ്ന തബറുജൽ ജാഹിലിയ്യത്തിൽ ഊലാ വഖിംന സ്വലാത്ത്. ഒരു കർമ്മം ഉപേക്ഷിച്ചാൽ അതുമൂലം കാഫിറായി പോകും എന്ന് കൽപ്പിക്കപ്പെട്ട ഒരു കർമ്മം ഏതാണത്? നിസ്കാരമാണ്. ആ നിസ്കാര നിർവഹണത്തിന് പോലും സ്ത്രീ 5 നേരം പള്ളിയിൽ വരേണ്ടതില്ല. അവൾക്ക് പുണ്യമുള്ളത് വീടിന്റെ അകത്തളമാണ്. കാരണം എന്തേ? ഒരുപാട് കാര്യങ്ങൾ അതിനുണ്ട്. എല്ലാ ദിവസവും സ്ത്രീക്ക് നിസ്കരിക്കാവുന്ന സാഹചര്യമല്ല. അവൾക്ക് മാസത്തിൽ നിശ്ചിത ദിവസം നിസ്കരിക്കാൻ പറ്റാത്ത സാഹചര്യമാണ്. അതുപോലെ തന്നെ മറ്റു പല ഘട്ടങ്ങളിലും അവൾക്ക് നിസ്കാരം ഉപേക്ഷിക്കേണ്ട സാഹചര്യമുണ്ടാകാം. പലവിധങ്ങളായ പരിമിതികൾ ഉണ്ടാകാം. അതുകൊണ്ട് സ്ത്രീക്ക് നല്ലത് ഖൈറു മസാജിദിൻ നിസാഇ ഖൈറു ബുയൂതിഹിന്ന വബുയൂതുഹുന്ന ഖൈറുൽ ലഹുന്ന. ലോകഗുരുവായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ പഠിപ്പിക്കുകയാണ്, പെണ്ണിന്റെ ഏറ്റവും നല്ല പള്ളി വീടിന്റെ അകത്തളമാണ്. അള്ളാഹുവിന് നൽകേണ്ട അടിസ്ഥാനപരമായ അനുസരണമാണ് നിസ്കാരമെന്ന് പറയുന്നത്. ആ നിസ്കാരത്തിന് പോലും പെണ്ണ് വീട്ടിൽ നിന്ന് പുറത്തിറങ്ങേണ്ടതില്ല. അതവളുടെ ശാരീരികവും മാനസികവുമായ അവസ്ഥകളെ പരിഗണിച്ചുകൊണ്ട് ചെയ്തതാണ്. അല്ലാതെ കാര്യം പരിഗണിക്കാതിരുന്നാൽ പെണ്ണെ നീയും പള്ളിയിൽ പോകണമെന്ന് ഇസ്ലാം പറഞ്ഞേനെ. അങ്ങനെങ്കിൽ ഇസ്ലാം പ്രകൃതി വിരുദ്ധ മതമായി മാറുമായിരുന്നു. ഇസ്ലാം പ്രകൃതിക്ക് യോജിച്ച മതമാണ്. അതുകൊണ്ട് പറഞ്ഞു, സ്ത്രീ അവൾക്കൊരുപാട് കൈകാര്യ മേഖലകൾ, അവൾക്ക് സന്താന പരിപാലനമുണ്ട്, വീട് പരിപാലനമുണ്ട്, പ്രസവമുണ്ട്, പ്രസവാനന്തര ശുശ്രൂഷകളുണ്ട്, പ്രസവാനന്തര വിശ്രമമുണ്ട്, ആർത്തവകാല ഇടവേളകളുണ്ട്. ഇതെല്ലാമുള്ള ഒരു സ്ത്രീക്ക് എപ്പോഴും പള്ളിയിൽ വന്നുകൊള്ളണമെന്ന് പറഞ്ഞാൽ അങ്ങനെ പറയുന്ന മതം പ്രകൃതി വിരുദ്ധമായ മതമായി പോകും. അതുകൊണ്ടങ്ങനെ ഇസ്ലാം പറഞ്ഞില്ല. യഥാർത്ഥത്തിൽ ബിദ്അഈ കക്ഷികൾ ഈ പ്രകൃതി വിരുദ്ധവാദികളാണ്.